മറ്റ് പ്രധാന ഇറാനിയൻ നഗരങ്ങളെയും നടുക്കിക്കൊണ്ട് തുടർച്ചയായി ഉണ്ടായ വൻ സ്ഫോടനങ്ങൾ മിഡിൽ ഈസ്റ്റിനെ വീണ്ടും ഒരു യുദ്ധത്തിന്റെ നിഴലിലായിത്തീരിക്കുകയാണ്. ഇറാന്റെ പരമാധികാരത്തിന് മേൽ കൈവച്ചാൽ രാജ്യം ഇതുവരെ കാണാത്ത തരത്തിലുള്ള കടുത്ത സൈനിക അടിച്ചമർത്തൽ നേരിടേണ്ടി വരുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നറിയിപ്പ് നൽകിയതിന് തൊട്ടു പിന്നാലെയാണ് ഈ സംഭവം എന്നത് അന്താരാഷ്ട്ര തലത്തിൽ വലിയ നയതന്ത്ര ചർച്ചകൾക്ക് വഴി തുറന്നിട്ടുണ്ട്. പെട്ടെന്നുണ്ടായ ഈ സ്ഫോടന പരമ്പരകൾ ഇറാനിയൻ ജനതയ്ക്കിടയിൽ വലിയ പരിഭ്രാന്തി ഉണ്ടാക്കിയെന്ന് മാത്രമല്ല, ഇരു രാജ്യങ്ങളും തമ്മിൽ നിലനിൽക്കുന്ന സ്ഫോടനാത്മകമായ അന്തരീക്ഷത്തെ കൂടുതൽ സങ്കീർണമാക്കുകയും ചെയ്തു. തലസ്ഥാന നഗരമായ ടെഹ്റാന് സമീപമുണ്ടായ ശക്തമായ സ്ഫോടനമാണ് രാജ്യത്തെ ആദ്യം ഉലച്ചത്. നഗരവാസികളെ ഒന്നടങ്കം ഭീതിയിലാഴ്ത്തിയ ഈ ശബ്ദത്തിന് പിന്നാലെ ഇറാന്റെ തന്ത്രപ്രധാന മറ്റു പല മേഖലകളിലും സമാനമായ സ്ഫോടനങ്ങൾ ഉണ്ടായതായ റിപ്പോർട്ടുകൾ പുറത്തുവന്നു. അതിൽ ഏറ്റവും ജനശ്രദ്ധയാകർഷിച്ചതും ആശങ്കയുണർത്തിയതും ബുഷഹർ ആണവ നിലയത്തിന് സമീപമുണ്ടായ നിഗൂഢമായ സ്ഫോടന ശബ്ദങ്ങളായിരുന്നു. സംഭവം ആഗോള മാധ്യമങ്ങളിൽ വലിയ വാർത്തയായതോടെ വിശദീകരണവുമായി ഇറാൻ ഭരണകൂടം നേരിട്ട് രംഗത്തെത്തി. മുൻകാല യുദ്ധങ്ങളിൽ നിന്ന് അവശേഷിച്ചതും കാലപ്പഴക്കം ചെന്നതുമായ മാരക ആയുധങ്ങളും വെടിക്കോപ്പുകളും സുരക്ഷിതമായി നശിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് ഈ സ്ഫോടനങ്ങൾ നടത്തിയതെന്നാണ് ഔദ്യോഗിക വക്താക്കൾ വ്യക്തമാക്കിയത്. എന്നാൽ ഇറാന്റെ ഈ ഔദ്യോഗിക വിശദീകരണം പൂർണ്ണമായി വിഴുങ്ങാൻ പാശ്ചാത്യ പ്രതിരോധ ഏജൻസികൾ തയ്യാറായിട്ടില്ല. ഡൊണാൾഡ് ട്രംപിന്റെ കടുത്ത സൈനിക ഭീഷണികൾ നിലനിൽക്കുന്ന ഈ പശ്ചാത്തലത്തിൽ തന്നെ ഇത്തരം സ്ഫോടനങ്ങൾ ഉണ്ടായത് കേവലം യാദൃശ്ചികമല്ലെന്നാണ് അവരുടെ വിലയിരുത്തൽ. ഇറാന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളുടെയും സൈനിക താവളങ്ങളുടെയും സജ്ജീകരണം പരീക്ഷിക്കുന്നതിനായി ശത്രുപക്ഷം നടത്തിയ രഹസ്യ സൈബർ ആക്രമണമോ ഡ്രോൺ ആക്രമണമോ ആകാം ഇതിന് പിന്നിലെന്ന സംശയങ്ങളും ശക്തമാണ്. ഈ സംഭവത്തോടെ ഇറാന്റെ വിപ്ലവ ഗാർഡുകൾ രാജ്യത്തുടനീളം അതീവ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിപ്പിച്ചു കഴിഞ്ഞു. ടെഹ്റാനിലെയും മറ്റു പ്രധാന നഗരങ്ങളിലെയും വ്യോമാതിർത്തിക്കുള്ളിൽ നിരീക്ഷണം ശക്തമാക്കിയ സൈന്യം ഏത് തരത്തിലുള്ള അടിയന്തര സാഹചര്യത്തെയും നേരിടാൻ പൂർണ്ണ സജ്ജമാണെന്ന് പ്രഖ്യാപിച്ചു. ട്രംപിന്റെ ഭീഷണികൾക്ക് മുൻപിൽ ഇറാൻ ഒരിക്കലും പതറില്ലെന്നും ഒരു ചെറിയ പ്രകോപനം ഉണ്ടായാൽ പോലും അമേരിക്കൻ താവളങ്ങൾക്ക് നേരെ മാരകമായ തിരിച്ചടി നൽകുമെന്നും IRGC കമാൻഡർമാർ ലൈവ് ടെലിവിഷനിലൂടെ മുന്നറിയിപ്പ് നൽകി. മേഖലയിലെ ഈ പുതിയ സംഭവ വികാസങ്ങൾ മിഡിൽ ഈസ്റ്റിലെ മറ്റ് സഖ്യരാജ്യങ്ങളിലും വലിയ ഭീതിയാണ് വിതച്ചത്. ഹോർമുസ് കടലിടുക്കിലെ നാവിക സംഘർഷങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഇത്തരം ആഭ്യന്തര സ്ഫോടനങ്ങൾ ഒരു വലിയ പ്രാദേശിക യുദ്ധത്തിലേക്ക് നയിച്ചേക്കാമെന്ന് അന്താരാഷ്ട്ര സമൂഹം ഭയപ്പെടുന്നു. അമേരിക്കയിൽ ട്രംപ് ഭരണം വീണ്ടും കടുത്ത ഉപരോധങ്ങളിലേക്കും സൈനിക നീക്കങ്ങളിലേക്കും കടക്കുമ്പോൾ തങ്ങളുടെ സൈനിക ശേഷി പരസ്യമായി പ്രദർശിപ്പിക്കാനാണ് ഇറാൻ ശ്രമിക്കുന്നത്. നിയന്ത്രിത സ്ഫോടനങ്ങളാണെന്ന് പറയുമ്പോഴും തങ്ങളുടെ പക്കൽ വലിയ തോതിലുള്ള ആയുധ ശേഖരമുണ്ടെന്ന സന്ദേശം ശത്രുക്കൾക്ക് നൽകാൻ ഇതിലൂടെ ഇറാന് സാധിച്ചു. അതേസമയം ടെഹ്റാനിലെ സ്ഫോടനത്തിന്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വൻതോതിൽ പ്രചരിച്ചതോടെ ചാനലുകളിലും ചർച്ചകൾ കൊടുക്കുകയാണ്. അമേരിക്കയുടെ ചാരസംഘടനയായ CIA അല്ലെങ്കിൽ ഇസ്രയേലിന്റെ മൊസാദ് എന്നിവയുടെ പങ്കാളിത്തത്തെക്കുറിച്ചുള്ള ഊഹാപോഹങ്ങളും സജീവമാണ്. ബുഷഹർ ആണവ നിലയത്തിന് സമീപത്തെ സ്ഫോടനം ഇറാനെ സംബന്ധിച്ച് അതീവ ഗൗരവമുള്ള ഒന്നാണ്. തങ്ങളുടെ ആണവ പദ്ധതികളെ തകർക്കാൻ അമേരിക്ക ദീർഘകാലമായി ശ്രമിക്കുന്ന സാഹചര്യത്തിൽ ആ പ്രദേശങ്ങളിലെ ചെറിയൊരു ചലനം പോലും യുദ്ധപ്രഖ്യാപനമായിട്ടാണ് ടെഹ്റാൻ കണക്കാക്കുന്നത്. ഈ പശ്ചാത്തലത്തിൽ ഖത്തർ ഉൾപ്പെടെയുള്ള മധ്യസ്ഥ രാജ്യങ്ങളുടെ നയതന്ത്ര ശ്രമങ്ങൾക്കും വലിയ തിരിച്ചടിയാണ് ഏറ്റത്. ഇരുപക്ഷവും തമ്മിൽ ഒരു താൽക്കാലിക വെടിനിർത്തലിനായി ശ്രമിക്കുന്നതിനിടയിലാണ് ഭീഷണികളും സ്ഫോടനങ്ങളും ആവർത്തിക്കുന്നത്. അമേരിക്ക തങ്ങളുടെ അഗ്രസീവ് നയം മാറ്റാതെ സമാധാന ചർച്ചകൾക്ക് പ്രസക്തിയില്ലെന്ന കടുത്ത നിലപാടിലേക്ക് ഇറാൻ നീങ്ങാൻ ഇത് കാരണമാകും. ഇറാന്റെ ആഭ്യന്തര രാഷ്ട്രീയത്തിലും ഈ സ്ഫോടനങ്ങൾ വലിയ ചലനങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ജനങ്ങൾക്കിടയിൽ ഭീതി പരത്താതിരിക്കാൻ മാധ്യമങ്ങൾക്ക് മേൽ കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. രാജ്യം ഒരു യുദ്ധത്തിലേക്ക് നീങ്ങുകയാണെന്ന തരത്തിലുള്ള പ്രചാരണങ്ങളെ തടയാൻ ഭരണകൂടം പരമാവധി ശ്രമിക്കുന്നുണ്ട്. ട്രംപിന്റെ ഭാഗത്തു നിന്നുള്ള കടുത്ത പ്രസ്താവനകൾ മിഡിൽ ഈസ്റ്റിലെ ശക്തി സന്തുലിതാവസ്ഥയെ പൂർണ്ണമായും തകിടം മറിക്കുന്നതാണ്. ഇറാന്റെ മേൽ പരമാവധി സമ്മർദ്ദം ചെലുത്തി അവരെ ചർച്ചയ്ക്ക് കൊണ്ടുവരിക എന്ന തന്ത്രമാണ് അമേരിക്ക പയറ്റുന്നത്. എന്നാൽ ഈ സമ്മർദ്ദ തന്ത്രങ്ങൾക്ക് വഴങ്ങില്ലെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് കൂടുതൽ മിസൈൽ പരീക്ഷണങ്ങളിലേക്കും സൈനിക വിന്യാസങ്ങളിലേക്കും ഇറാൻ കടക്കുകയാണ്. വരും ദിവസങ്ങളിൽ മിഡിൽ ഈസ്റ്റിലെ സുരക്ഷാ സാഹചര്യം ഏത് ദിശയിലേക്ക് നീങ്ങുമെന്ന് പ്രവചിക്കാൻ കഴിയാത്ത അവസ്ഥയാണ്.
ടെഹ്റാനിലെയും ബുഷഹറിലെയും സ്ഫോടനങ്ങൾക്ക് പിന്നിലെ യഥാർത്ഥ കാരണം എന്തുതന്നെയായാലും അത് ലോകശക്തികൾ തമ്മിലുള്ള നയതന്ത്ര യുദ്ധത്തിന് പുതിയൊരു മാനം നൽകിയിരിക്കുന്നു. തങ്ങളുടെ സുരക്ഷയ്ക്ക് ഭീഷണിയാകുന്ന ഒന്നിനെയും വെച്ച് പൊറുപ്പിക്കില്ലെന്ന ഇറാന്റെ കടുത്ത നിലപാട് മേഖലയെ ഒരു സ്ഫോടനാത്മകമായ അന്ത്യത്തിലേക്ക് നയിക്കുമോ എന്നാണ് ഇപ്പോൾ ലോകം ഉറ്റുനോക്കുന്നത്.